ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയാണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലുവൻസി ഡെവലപ്പ് ആവും കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. മുറിയൊന്ന് വൃത്തിയാക്കൂ എന്നിങ്ങനെ പറയാം. ക്ലീൻ ദീസ് റൂം. ഈ മുറിയൊന്ന് വൃത്തിയാക്കൂ. ക്ലീൻ ദീസ് റൂം. ഈ മുറിയൊന്ന് വൃത്തിയാക്കൂ. ക്ലീൻ ദീസ് റൂം. ഈ മുറിയൊന്ന് വൃത്തിയാക്കൂ. അപ്പോൾ മുറ്റമൊന്ന് വൃത്തിയാക്കൂ എന്നെങ്ങനെ പറയാം. ക്ലീൻ ദീസ് യാർഡ്. ഈ മുറ്റമൊന്ന് വൃത്തിയാക്കൂ. ക്ലീൻ ദീസ് യാർഡ്. ഈ മുറ്റമൊന്ന് വൃത്തിയാക്കൂ. ക്ലീൻ ദീസ് യാർഡ്. ഈ മുറ്റമൊന്ന് വൃത്തിയാക്കൂ. കസേരകൾ പുറത്തേക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറയാ. ടേക്ക് ദോസ് ചെയേഴ്സ് ഔട്ട്. ഈ കസേരകൾ പുറത്തേക്ക് കൊണ്ടുപോകൂ. 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 ഈ തറയൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറയുന്നതിനെങ്ങനെ പറയാം. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ എന്നിങ്ങനെ പറയാം. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. ബ്രിങ് സം വാട്ടർ ആൻഡ് വാഷ് ദീസ് ഫ്ലോർ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ തറയൊക്കെ വൃത്തിയാക്കൂ. അകത്തേക്ക് കൊണ്ടുവരൂ എന്നിങ്ങനെ പറയാം. ബ്രിങ് ഹിം ഇൻ. അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരൂ. ബ്രിങ് ഹിം ഇൻ. അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരൂ. ബ്രിങ് അകത്തേക്ക് കൊണ്ടുവരൂ എന്നിങ്ങനെ പറയാം. ബ്രിങ് ഹിം ഇൻ. അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരൂ. 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 അകത്തേക്കുള്ള വഴി കാണിക്കൂ എന്നിങ്ങനെ പറയാം. ഷോ ദം ദ വേ ടു ഇൻസൈഡ്. അവരെ അകത്തേക്കുള്ള വഴി കാണിക്കൂ. ഷോ ദം ദ വേ ടു ഇൻസൈഡ്. അവരെ അകത്തേക്കുള്ള വഴി കാണിക്കൂ. ഷോ ദം ദ വേ ടു ഇൻസൈഡ്. അവരെ അകത്തേക്കുള്ള വഴി കാണിക്കൂ. ഷോ ദം ദ വേ ടു ഇൻസൈഡ്. അവരെ അകത്തേക്കുള്ള വഴി കാണിക്കൂ. ഈ പ്ലേറ്റ് ഒന്ന് പിടിക്കൂ എന്നിങ്ങനെ പറയാം. ഹോൾഡ് ദീസ് പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഒന്ന് പിടിക്കൂ. 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 ചായ ഉണ്ടാക്കൂ എന്നിങ്ങനെ പറയാം. മേക്ക് സം ടീ. കുറച്ച് ചായ ഉണ്ടാക്കൂ. മേക്ക് സം ടീ. കുറച്ച് ചായ ഉണ്ടാക്കൂ. മേക്ക് സം ടീ. കുറച്ച് ചായ ഉണ്ടാക്കൂ. ചായ ഉണ്ടാക്കൂ എന്നിങ്ങനെ പറയാം. മേക്ക് സം ടീ. കുറച്ച് ചായ ഉണ്ടാക്കൂ. 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 ഒന്ന് പോസ്റ്റ് ചെയ്യൂ എന്നെങ്ങനെ. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ കത്തുകളൊന്ന് പോസ്റ്റ് ചെയ്യൂ. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ കത്തുകളൊന്ന് പോസ്റ്റ് ചെയ്യൂ. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ കത്തുകളൊന്ന് പോസ്റ്റ് ചെയ്യൂ. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ കത്തുകളൊന്ന് പോസ്റ്റ് ചെയ്യൂ.
പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ കത്തുകളൊന്ന് പോസ്റ്റ് ചെയ്യൂ. പ്രാവശ്യം വിളിച്ചു എന്നെങ്ങനെ പറയാം? ഐ കാൾഡ് യു മെനി ടൈംസ്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? ഐ കാൾഡ് യു മെനി ടൈംസ്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? ഐ കാൾഡ് യു മെനി ടൈംസ്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? ഐ കാൾഡ് യു മെനി ടൈംസ്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? പോകുകയാണ്. ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഈ വീടൊന്ന് നോക്കണം. ഇതെങ്ങനെ പറയാ? വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. പ്ലീസ് ഗാർഡ് ദിസ് ഹൗസ് ടിൽ വി റിട്ടേൺ. ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഈ വീടൊന്ന് നോക്കണം. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. പ്ലീസ് ഗാർഡ് ദീസ് ഹൗസ് ടിൽ വി റിട്ടേൺ. ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഈ വീടൊന്ന് നോക്കണം. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. പ്ലീസ് ഗാർഡ് ദീസ് ഹൗസ് ടിൽ വി റിട്ടേൺ. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുകയാണ്. ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ ഈ വീടൊന്ന് നോക്കണം. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. പ്ലീസ് ഗാർഡ് ദീസ് ഹൗസ് ടിൽ വി റിട്ടേൺ. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഈ വീടൊന്ന് നോക്കണം. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. പ്ലീസ് ഗാർഡ് ദീസ് ഹൗസ് ടിൽ വി റിട്ടേൺ. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഈ വീടൊന്ന് നോക്കണം. മറക്കരുത് എന്നിങ്ങനെ പറയാം? ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. മറക്കരുത് എന്നിങ്ങനെ പറയാ? ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് അണയ്ക്കാൻ മറക്കരുത്. അണയ്ക്കൂ എന്നിങ്ങനെ പറയാ? പുട്ട് ഔട്ട് ദാറ്റ് ഫയർ. ആ തീയൊന്ന് അണയ്ക്കൂ. 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 കത്തിച്ച് ഈ വെള്ളമൊന്ന് തിളപ്പിക്കൂ എന്നിങ്ങനെ പറയാം? മേക്ക് എ ഫയർ ആൻഡ് ബോയിൽ ദിസ് വാട്ടർ. തീ കത്തിച്ച് ഈ വെള്ളമൊന്ന് തിളപ്പിക്കൂ. മേക്ക് എ ഫയർ ആൻഡ് ബോയിൽ ദിസ് വാട്ടർ. തീ കത്തിച്ച് ഈ വെള്ളമൊന്ന് തിളപ്പിക്കൂ. മേക്ക് എ ഫയർ ബോയിൽ ദിസ് വാട്ടർ. തീ കത്തിച്ച് ഈ വെള്ളമൊന്ന് തിളപ്പിക്കൂ. മേക്ക് എ ഫയർ ബോയിൽ ദിസ് വാട്ടർ. തീ കത്തിച്ച് ഈ വെള്ളമൊന്ന് തിളപ്പിക്കൂ. എങ്ങോട്ടാണ് എന്നിങ്ങനെ ചോദിക്കുക? വെർ ആർ യു ഗോയിങ് ഓൺ. നിങ്ങൾ എങ്ങോട്ടാണ്? 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 പലചരക്ക് കടയിലേക്കാണ് പോകുന്നത് എന്നിങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത്. ഐ ആം ഗോയിങ് ടു ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത്. ഐ ആം ഗോയിങ് ടു ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത്. ഐ ആം ഗോയിങ് ടു ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത്. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകണമെന്ന് എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു ദ ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത്. ഐ ആം ഗോയിങ് ടു ദ ഗ്രോസറി ഷോപ്പ്. ഞാൻ പലചരക്കും പഞ്ചസാരയും മേടിക്കാമെന്ന് എങ്ങനെ പറയാം? ഐ മസ്റ്റ് ബൈ സം റൈസ് ആൻഡ് ഷുഗർ. എനിക്ക് കുറച്ച് അരിയും പഞ്ചസാരയും മേടിക്കണം. ഐ മസ്റ്റ് ബൈ സം റൈസ് ആൻഡ് ഷുഗർ. എനിക്ക് കുറച്ച് അരിയും പഞ്ചസാരയും മേടിക്കണം. ഐ മസ്റ്റ് ബൈ സം റൈസ് ആൻഡ് ഷുഗർ. എനിക്ക് കുറച്ച് അരിയും പഞ്ചസാരയും മേടിക്കണം. ഐ മസ്റ്റ് ബൈ സം റൈസ് ആൻഡ് ഷുഗർ. എനിക്ക് കുറച്ച് അരിയും പഞ്ചസാരയും മേടിക്കണം.
കിലോ അരിക്ക് എത്രയാണ് വില എന്നിങ്ങനെ ചോദിക്കുക. ഹൗ മച്ച് ഈസ് റൈസ് പെർ കിലോ. 1 കിലോ അരിക്ക് എത്രയാണ് വില? ഹൗ മച്ച് ഈസ് റൈസ് പെർ കിലോ. 1 കിലോ അരിക്ക് എത്രയാണ് വില? ഹൗ മച്ച് ഈസ് റൈസ് പെർ കിലോ. 1 കിലോ അരിക്ക് എത്ര രൂപ? ഹൗ മച്ച് ഈസ് റൈസ് പെർ കിലോ. 1 കിലോ അരിക്ക് എത്രയാണ് വില? ആഴ്ചത്തേക്കാളും അരിക്ക് വില കുറവാണെന്ന് എങ്ങനെ പറയാം? റൈസ് ഈസ് ചീപ്പർ ദാൻ ഇറ്റ് വാസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും അരിക്ക് വില കുറവാണ്. റൈസ് ഈസ് ചീപ്പർ ദാൻ ഇറ്റ് വാസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും വില കുറവാണ്. റൈസ് ഈസ് ചീപ്പർ ദാൻ ഇറ്റ് വാസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും അരിക്ക് വില കുറവാണ്. റൈസ് ഈസ് ചീപ്പർ ദാൻ ഇറ്റ് വാസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും അരിക്ക് വില കുറവാണ്. വില കൂടുതലാണ് എന്നെങ്ങനെ പറയാം? ഷുഗർ ഈസ് കോസ്റ്റ്ലിയർ. പഞ്ചസാരയ്ക്ക് വില കൂടുതലാണ്. 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 എനിക്ക് 2 കിലോ അരി വേണമെന്ന് എങ്ങനെ പറയാം? ഐ വാണ്ട് 2 കിലോ റൈസ്. എനിക്ക് 2 കിലോ അരി വേണം. ഐ വാണ്ട് 2 കിലോ റൈസ്. എനിക്ക് 2 കിലോ അരി വേണം. ഐ വാണ്ട് 2 കിലോ റൈസ്. എനിക്ക് 2 കിലോ അരി വേണം. ഐ വാണ്ട് 2 കിലോ റൈസ്. എനിക്ക് 2 കിലോ അരി വേണം. കിലോ പഞ്ചസാര വേണമെന്ന് എങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്. നിങ്ങൾക്ക് എത്ര കിലോ പഞ്ചസാര വേണം? ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്. നിങ്ങൾക്ക് എത്ര കിലോ പഞ്ചസാര വേണം? ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്. നിങ്ങൾക്ക് എത്ര കിലോ പഞ്ചസാര വേണം? ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്. നിങ്ങൾക്ക് എത്ര കിലോ പഞ്ചസാര വേണം? ഗോതമ്പ് വേണമെന്ന് എങ്ങനെ പറയാം? ഐ വാണ്ട് 5 kg വീറ്റ്. എനിക്ക് 5 കിലോ ഗോതമ്പ് വേണം. ഐ വാണ്ട് 5 കിലോ വീറ്റ്. എനിക്ക് 5 കിലോ ഗോതമ്പ് വേണം. ഐ വാണ്ട് 5 കിലോ വീറ്റ്. എനിക്ക് 5 കിലോ ഗോതമ്പ് വേണം. ഐ വാണ്ട് 5 കിലോ വീറ്റ്. എനിക്ക് 5 കിലോ ഗോതമ്പ് വേണം. പറയുന്ന പോലെ പറയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.